ഹമാസ് തടവിലാക്കിയ മുഴുവൻ ബന്ദികളെയും മോചിപ്പിച്ചു. 6 ബന്ദികളുടെ മോചനം കൂടി ഇന്ന് സാധ്യമായതോടെ വെടിനിർത്തൽ ധാരണ പ്രകാരമുള്ള ദൗത്യം പൂർത്തിയായി. 505 ദിവസം നീണ്ടുനിന്ന ഇസ്രായേൽ സംഘർഷത്തിന്റെ ആദ്യ ഘട്ടത്തിനാണ് ഇതോടെ പരിസമാപ്തിയായത്. 7 ഘട്ടങ്ങളിലായാണ് ബന്ദികളുടെ മോചനം സാധ്യമായത്. ജനുവരി 19 യാഥാർത്ഥ്യമായ വെടിനിർത്തൽ ധാരണയ്ക്ക് മുൻപ് നടന്ന മോചനം ഉൾപ്പെടെ ദൗത്യത്തിന്റെ ആദ്യഘട്ടത്തിന് ഇതോടെ പരിസമാപ്തിയായി. ഇന്ന് ഏലിയ കോഹൻ, ഒമർ ഷെം, ഒമർ വെൻകർട്ട് എന്നിവരെ നുസ്രത്തിൽ നിന്നും എവേറ മെഗിസ് ടാൽ ഷോഹം എന്നിവരെ അറഫ അതിർത്തിയിൽ നിന്നുമാണ് മോചിപ്പിച്ചത്. ഹിഷാം അൽ സയ്യിദിനെ കൂടി മോചിപ്പിച്ചതോടെ എല്ലാവരും സ്വതന്ത്രരായി. ഒക്ടോബർ 7 തടവിലാക്കപ്പെട്ട് ജനുവരി 19 വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെ സമ്പൂർണ്ണമായ മോചനം സാധ്യമായതോടെ ശാശ്വത പരിഹാരത്തിലേക്ക് ഇസ്രായേൽ ഹമാസ് സംഘർഷം നീങ്ങുകയാണ്. സമാധാനപരമായും ജനക്കൂട്ടത്തിന്റെ ആരവമില്ലാതെയും മോചനം സാധ്യമായതായി റെഡ് ക്രോസ് അറിയിച്ചു. ജീവിച്ചിരിക്കുന്ന അവസാന ബന്ദി കൂടി മോചിപ്പിക്കപ്പെട്ടതോടെ വെടിനിർത്തൽ 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മനുഷ്യത്വപരവും ധാർമ്മികവുമായ പ്രശ്നപരിഹാരം സാധ്യമാക്കുക എന്നത് യഹൂദരുടെ അനിവാര്യതയായിരുന്നുവെന്നും ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അധികാരമേൽക്കും മുമ്പ് ബന്ദികളുടെ മോചനം സാധ്യമാക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകിയിരുന്നു. തുടർന്നാണ് വെടിനിർത്തൽ ധാരണ യാഥാർത്ഥ്യമായത്. ഖത്തറും ഈജിപ്തും വെടിനിർത്തൽ ധാരണയ്ക്ക് മധ്യസ്ഥരായി. ദോഹയിൽ ഹമാസ് നേതാക്കളെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി ചർച്ചകളും നടന്നു. ഇസ്മയിൽ ഹനിയ, യഹിയ സിൻവർ തുടങ്ങിയ ഹമാസ് നേതാക്കൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. പൂർണ്ണമായ സൈനിക പിന്മാറ്റം 2ാം ഘട്ടത്തിൽ നടപ്പാക്കുകയും 3ാം ഘട്ടത്തിൽ തകർന്നടിഞ്ഞ ഗാസയുടെ പുനർനിർമ്മാണം നടത്തുകയുമാണ് വെടിനിർത്തൽ ധാരണയുടെ പ്രധാന ഘട്ടങ്ങൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.